അസ്സലാമു വറഹ്മത്തുള്ളാഹി. നമ്മളിപ്പോ ഉള്ളത് ജബലുസ്സൗറിന്റെ മുമ്പിലാണ്. ജബലുസ്സൗർ എന്ന് പറഞ്ഞാല് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 40-ാം വയസ്സിലെ നുബുവത്ത് അല്ലെ, അതിനുശേഷം 13 വർഷം ദീനീ പ്രബോധനം നടത്തി. 13 വർഷം നടത്തി മക്കക്കാരുടെ ശല്യം സഹിക്കാൻ കഴിയാത്ത അവസ്ഥയായി. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പല രൂപത്തിലും എന്തായി മക്കക്കാരെ ബുദ്ധിമുട്ടാക്കി. 40 വയസ്സുവരെ തങ്ങൾ എല്ലാ നിലക്കും അംഗീകരിച്ചിരുന്നു. അതുമുതൽ അങ്ങോട്ട് എന്തായി, മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടമല്ലാതായി. തങ്ങൾ എല്ലാ നിലക്കും ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ അക്രമം സഹിക്കാൻ കഴിയാതെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹിജ്റ പോവാണ്. അങ്ങനെ ഹിജ്റ പോവാൻ ഉദ്ദേശിച്ച അന്ന് രാത്രി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയച്ചു. തങ്ങൾ ഉറങ്ങുന്ന ആ വീടിനെ ഈ മക്കക്കാരായ ശത്രുക്കൾ വളഞ്ഞു. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ സമയത്തും സ്വലാത്ത് വേണ്ട. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ചരിത്രങ്ങളെല്ലാം നമ്മളെല്ലാം കേട്ടല്ലേ. യാസീൻ മണൽ വാരി ഇറങ്ങി. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങൾക്ക് ഏറ്റവും വലിയ വേണ്ടപ്പെട്ടവരായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ ഹിജ്റ പോവുകയാണ്. ആ ഹിജ്റ യാത്രയില് അവർ ആദ്യം വന്ന സ്ഥലമാണ് എന്ത്? ജബലുസ്സൗർ. ഈ കാണുന്ന മലയാണ് ജബലുസ്സൗർ എന്നല്ലേ. ഈ മലയുടെ മുകളിലേക്കാണ് അവർ വരുന്നത്. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇവരെല്ലാവരും കണ്ണിന് മണലെല്ലാം നീക്കി നോക്കിയപ്പോ മുത്തായ നബി തങ്ങളെ കാണാനില്ല. മുഹമ്മദ് രക്ഷപ്പെട്ടു. അവർ മുഹമ്മദിനെ പിടിക്കണം. അപ്പൊ മക്കത്ത് മുഴുവൻ അവരെന്ത് വ്യാപകമായി പ്രഖ്യാപിച്ചു, മുഹമ്മദിനെ പിടിച്ചു തന്നാൽ മുഹമ്മദിന്റെ തല അറുത്ത് കൊണ്ടുവരുന്നവർക്ക് 200 ഒട്ടകം. മനസ്സിലായില്ലേ? 200 ഒട്ടകം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയ സംഭവമാണ്. അങ്ങനെ 200 ഒട്ടകത്തെ പ്രഖ്യാപിച്ചു. ഹബീബി സബൂർ 200 ഒട്ടകത്തെ പ്രഖ്യാപിച്ചു. അപ്പൊ എന്തായി, മക്കയിൽ നിന്നുള്ള പലരും താല്പര്യം കാണിച്ചു. കാരണം എന്താ, 200 ഒട്ടകം കിട്ടുന്നല്ലേ. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാട്ടിലാകെ തിരയുകയാണ്. തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ മല കയറുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അവരുണ്ടായിരുന്ന അടിമയായിരുന്ന ഉമൈർ എന്ന് പറയുന്ന ആ വ്യക്തിയെ എന്തായി മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെ കൊണ്ടുവന്നു. ഈ മലയുടെ താഴ്വാരത്ത് അവരെ നിർത്തി. എന്തായിരുന്നു അവര് ജോലി? ആടിനെ മേക്കുക എന്നുള്ള ജോലി. എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുകളിലേക്ക് പോയില്ലേ. അപ്പൊ താഴ്വാരങ്ങൾ അവർ ആടിനെ മേക്കുകയാണ്. അങ്ങനെ രണ്ടാമത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാവുന്ന അബ്ദുള്ള എന്നവരെയും കൂട്ടി. അവർക്കുള്ള ജോലി എന്താ? ഒരാൾക്ക് ആടിനെ മേക്കുക. രണ്ടാമത്തവർക്കുള്ള ജോലി എന്താ? പകൽ സമയങ്ങളിൽ ഈ ഖുറൈശികളുടെ അടുത്തൊക്കെ പോയിട്ട് എന്താ ചെയ്യുക, അവരുടെ അടുത്ത് പോയിട്ട് അവരെ ചർച്ചകൾ എന്താന്ന് അറിയണം. അപ്ഡേഷൻ, മനസ്സിലായില്ലേ? അങ്ങനെ ചർച്ചകളെല്ലാം അന്വേഷിച്ചു. രാത്രി ആയി കഴിഞ്ഞാൽ ഈ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മകൻ നേരെ ഈ മലയുടെ മുകളിലേക്ക് വരും. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാല് അങ്ങനെ അദ്ദേഹം അതിന്റെ ഏറ്റവും മുകളിലാണ് സൗർ ഗുഹ. ഏറ്റവും മുകളിൽ സൗർ ഗുഹയിൽ വന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളോടും അതുപോലെ തന്നെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും നാട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിക്കും. അങ്ങനെ രാത്രി കഴിഞ്ഞ് പ്രഭാതമാവുന്നതിന് മുമ്പ് അവർ തിരിച്ചിങ്ങോട്ട് ഇറങ്ങും. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മൾ ഇവിടെ താഴ്വാരത്ത് നിർത്തിയ ആടിനെ മേയ്ക്കാൻ നിർത്തിയില്ലേ, അവരുടെ ജോലി എന്താ? ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ആടുക മലന്റെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടുപോകും. എന്തിനാന്ന് ചോദിച്ചാൽ ഇവർ നടന്ന കാൽപ്പാടല്ലേ, ഈ കാൽപ്പാടം മുഴുവൻ എന്ത് ചെയ്യണം? മായ്ച്ചു കളയാൻ വേണ്ടി. മനസ്സിലായില്ലേ? അങ്ങനെ ആടുകളെ കൊണ്ട് മുകളിലേക്ക് പോകും. ആ മുഴുവൻ കാൽപ്പാടങ്ങളും മായ്ച്ചു കളയും, തിരിച്ചിറങ്ങും. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ദീന് നിലനിർത്താൻ വേണ്ടിയ 3 ദിവസം ഈ ജബലുസ്സൗർ എന്ന ഈ മലയുടെ മുകളിൽ അവർ രാപ്പാർത്തത്. ഈ ഖാദിമ് അവരെന്തെയും ആടിന്റെ പാല് കറന്നു കൊണ്ടുകൊടുക്കും. അവിടെ ഭക്ഷണമല്ലല്ലോ. അങ്ങനെ ആടിന്റെ പാല് കറന്നു കൊണ്ടുകൊടുക്കും. ചില സമയത്ത് ആടിനെ അറുത്തു പോയി കൊടുക്കും. അങ്ങനെ ദിവസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെ 200 ഒട്ടകത്തല്ലേ പ്രഖ്യാപിച്ച്. അപ്പൊ തെരച്ചിലിങ്ങനെ കൂടാണ്. മനസ്സിലായില്ലേ? തെരച്ചിലിന്റെ ശക്തി കൂടാണ്. അങ്ങനെ തെരഞ്ഞു ഒരു സംഘം നേരെ മലയുടെ മുകളിലേക്ക് കയറുകയാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് എത്ര പ്രായമറിയോ? മുത്തനബിയേക്കാളും 2 വയസ്സ് മാറ്റം. എന്ന് പറഞ്ഞാൽ 40-ാം വയസ്സിൽ നുബുവത്ത്,
13 വർഷം കഴിഞ്ഞപ്പോ സൗർമല കയറാൻ പോയി. 53 വയസ്സുള്ള, നമ്മൾ ചിന്തിക്കുക 53 വയസ്സ് ആർക്ക് എഴുതിയില്ലെന്ന്. 53 വയസ്സുള്ള മുത്തായ തങ്ങളെ കൂടെ 51 വയസ്സുള്ള അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മല കയറി. അങ്ങനെ കയറുന്ന സമയത്ത് കയറുന്ന രൂപം എങ്ങനെ വെച്ചാല്, മുത്തായ തങ്ങളാണ് ഈ നടക്കുന്നത് എങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആദ്യം വലതുവശത്ത് കുറച്ചേരം നടക്കും. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മനസ്സിന് സമാധാനം കിട്ടില്ല. പിന്നെ തങ്ങളെ ഇടതുവശത്ത് നടക്കും. മനസ്സിലായില്ലേ? പിന്നെ നീ കുറച്ചേരം ബാക്കിൽ നടക്കും. അപ്പൊ മുത്തായ തങ്ങൾ ചോദിക്കാണ്, എന്തിനാണ് അബൂബക്കറെ നീ എന്റെ എല്ലാ വശത്തും കൂടെ നടക്കുന്നത്? അവരെ മഹബത്താണ്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ വാക്കുണ്ട്, തങ്ങളെ ഞാൻ വലതുവശത്ത് നടക്കുമ്പോ എന്റെ മനസ്സ് പറയും ഇടതുവശത്ത് കൂടെ തങ്ങൾ ആക്രമിക്കാൻ ആരോ വരുമോ എന്നാകുമ്പോ എന്ത് ചെയ്യും, ഞാൻ വീണ്ടും ഇടതുവശത്ത് നടക്കാം. ഇടതുവശത്ത് നടക്കുമ്പോ എന്റെ മനസ്സ് പറയും മുമ്പിലൂടെ ആരെങ്കിലും വരുമെന്ന് പേടിച്ചപ്പോ എനിക്ക് സമാധാനമില്ലാത്തത് കൊണ്ട് അത്രയധികം എനിക്കെന്തെങ്കിലും പറ്റിയാലും എന്റെ തങ്ങൾക്കൊന്നും പറ്റരുതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചിരുന്നത്. അങ്ങനെ അവർ മല കയറുന്ന സമയത്ത് ചരിത്രങ്ങളിൽ കാണാം, 53 വയസ്സുള്ള മുത്തായ തങ്ങളെ ചില സമയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ 51 വയസ്സുള്ള തങ്ങളെ എടുത്ത് പൊന്തിച്ച് കൊണ്ടു നടന്നിരുന്നു എന്ന് വരെ ചരിത്രങ്ങളിൽ കാണാം. അങ്ങനെ പൊന്തിച്ച് മുകളിൽ കൊണ്ടുപോയിരുന്നു. മനസ്സിലായില്ലേ? പ്രായം നോക്കാം. അങ്ങനെ ഇവർ മുകളിലേക്ക് കയറിയ സമയത്ത് സൗർ ഗുഹയുടെ അടുത്തെത്തിയപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, തങ്ങൾ കയറല്ലേ, ഞാൻ ആദ്യം കയറട്ടെ. മനസ്സിലായില്ലേ? ഞാൻ ആദ്യം കയറിയിട്ട് ആ ഗുഹക്കകത്ത് എന്താണ് അവസ്ഥകളൊക്കെ നോക്കട്ടെ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കയറി. ഗുഹന്റെ അകത്ത് എല്ലാ ഓട്ടകളും അടച്ചു, എല്ലാം അടച്ചു. ചെറിയ ചെറിയ ശീല കഷ്ണം കൊണ്ട് ഓട്ടകളെല്ലാം അടച്ചു കഴിഞ്ഞപ്പോ ഒരു ഓട്ട അടക്കാൻ മാത്രം എന്തില്ല, ശീല തികഞ്ഞില്ല പ്രിയമുള്ളവര്. കാരണം ഹിജറ പോവുകയല്ലേ, അവിടെ എല്ലാം ബാണ്ടക്കെട്ട് എടുക്കുന്നില്ലല്ലോ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാലിന്റെ തള്ള വിരല് ആ ഓട്ടയിൽ അവിടെ വെച്ചുകൊണ്ട് എന്തായി, മുത്തായി തങ്ങളെ വിളിച്ചു, തങ്ങളെ വന്നോളൂ, എന്റെ മടിയിൽ കിടന്നോളൂ. അങ്ങനെ ഈ മല കയറിയ ക്ഷീണം കാരണം മുത്തായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മടിയിൽ കിടക്കുകയാണ്. ആ ക്ഷീണം കാരണം തങ്ങൾ മയങ്ങിപ്പോയി. അങ്ങനെ മയങ്ങിപ്പോയ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലിന്റെ തള്ള വിരലിൽ ഒരു എന്തോ കുത്തിയതുപോലെ തോന്നി. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല. കുറെയൊക്കെ ക്ഷമിച്ചു മാക്സിമം. എന്താ കാരണം, എന്റെ തങ്ങളാ എന്റെ മടിയിലിരിക്കുന്നത്, തങ്ങളതൊന്നും അറിയാൻ പാടില്ല. ഹബീബായ എന്റെ തങ്ങള് ഉറങ്ങുമ്പോ അത് വേദനിക്കാൻ പാടില്ല, ആ ഉറക്കത്തിന് ബുദ്ധിമുട്ടാവരുത് ചിന്തിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെയധികം ക്ഷമയോടെ നിന്നു. പക്ഷേ വിഷമങ്ങോട്ട് കയറിയപ്പോ തങ്ങൾക്ക് സഹിച്ചില്ല. ആർക്ക്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹിക്കാൻ കഴിയുന്നില്ല. അവസാനം ക്ഷമക്കെട്ട് കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ നേരെ മുത്തായ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട മേനിയിലേക്ക് കുത്തി. മുത്തായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കുമ്പോ എന്റെ അബൂബക്കർ എന്ന് പറഞ്ഞാൽ മുത്താത്തന് അത്ര വളരെ വേണ്ടപ്പെട്ടവരാ. എന്റെ അബൂബക്കറിന്റെ കണ്ണിൽ നിന്നൊരു കണ്ണുനീര് വന്നിട്ടുണ്ട്. എന്ത് പറ്റി അബൂബക്കറെ? അങ്ങനെ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നടന്ന സംഭവം പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോ എന്താണ്, ആ പൊത്തിനകത്ത് വലിയൊരു സർപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സർപ്പത്തിന് ചരിത്രം വേറെയും കുറെ ഉണ്ട്, അങ്ങോട്ട് പോയി കഴിഞ്ഞാല് നമ്മ സമയം ഒരുപാട് പോകും. അങ്ങനെ ആ സർപ്പം കുത്തിയെന്ന് അറിഞ്ഞപ്പോ മുത്തായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂബക്കർ തങ്ങൾ പറഞ്ഞു, തങ്ങളെ എന്റെ കാല് കൊത്തി, ഞാൻ മാക്സിമം വേദന സഹിച്ചു, പക്ഷെ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തങ്ങൾ മുഖത്തേക്ക് അറിയാതെ ഉറ്റിപ്പോയി, തങ്ങൾ ക്ഷമിക്കണം, തങ്ങളെ ഉറക്കം ബുദ്ധിമുട്ടാവരുത് ക്ഷമിച്ചായിരുന്നു. അങ്ങനെ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഉമിനീർ അവിടെ പുരട്ടി. ആ പുരട്ടിയപ്പോ എന്തായി, അവിടെ ഉണ്ടായിരുന്ന വിഷം ഇറങ്ങിപ്പോയി എന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെ ഹിജ്റയുടെ ആ സമയത്ത് ആദ്യമായി 3 ദിവസം മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും 3 ദിവസം രാപ്പാർത്ത സ്ഥലമാണ് ഈ കാണുന്ന ജബലു സൗർ. പ്രിയമുള്ളവരെ, കഴിയുന്നവരൊക്കെ കാരണം നമ്മളെ തങ്ങളാണ് പോയത്. മനസ്സിലായില്ലേ? എന്തിന്? നമുക്ക് ഈ ദീന് തരാൻ, നമുക്ക് തന്ന ദീനെ കൊണ്ടുപോകാൻ സുഖമില്ലേ? എങ്ങനെയായിരുന്നു തങ്ങൾ കയറിയിരുന്ന് കഷ്ടപ്പാട്? ഇവന് കാണുമ്പോഴല്ല, ഏകദേശം 800 മീറ്ററിന് മുകളിലേക്കുണ്ട്. കാണുമ്പോൾ കയറാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആരോഗ്യമുള്ളവർ കഴിയണം കയറിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ തൗഫീഖായിരിക്കും. നമുക്ക് എല്ലാവർക്കും ആരോഗ്യമുള്ള എല്ലാവർക്കും കയറാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ജബലു സൗർ എന്താ മനസ്സിലായില്ലേ? ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് കയറാൻ പോണ ദിവസം ജബലു സൗറിന്റെ അവിടെ എത്തിയിട്ട് ഇങ്ങനെയാണ് സ്ഥലങ്ങൾ, ഇങ്ങനെ ഓരോ സംഭവങ്ങൾ പറയാൻ വിട്ടുപോയി. അതായത് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ശത്രുക്കൾ വന്ന്, ഞാൻ പറഞ്ഞ ജബലു സൗർ കയറിയാനില്ലേ, അത് ആ റൂട്ട് മാറിപ്പോയി. അതായത് ഒരു കയറിയതിനു ശേഷം ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജബലു സൗറിന്റെ ഗുഹന്റെ ഫ്രണ്ട് ഭാഗത്ത് എന്തായി, ഈ പ്രാവുകളെ അടയിരുത്തി.
മനസ്സിലായില്ലേ? ഈ പ്രാവുകൾ ഈ കണ്ട പ്രാവുകൾക്ക് ഇവിടെ മഹത്വം ഉണ്ടാകാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ എല്ലായിടത്തും ഉണ്ടാവും ഈ പരിസരത്ത്. ആ കാരണം എന്ന് വെച്ചാൽ അന്ന് മുത്തായ നബി തങ്ങൾക്ക് എന്താണ് ജബലു സൗർ ഗുഹന്റെ മുമ്പില് പ്രാവുകൾ അടയിരുന്നിട്ടുണ്ട്. അടയിരുന്ന രൂപം എന്താ പറയുക? അടയിരുന്ന രൂപമാണ് ഏറ്റവും വലിയ അത്ഭുതം. അതായത് 3 പ്രാവുകൾ അടയിരുന്നത്, മനസ്സിലായി? അപ്പൊ ശത്രുക്കൾ മുകളിലേക്ക് കയറി വരുന്ന സമയത്ത് എന്താണ് ഈ ശത്രുക്കൾ ഗുഹന്റെ ഉള്ളിൽ മുത്തായ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കാണ്. അപ്പൊ അവിടുത്തെ ആ ഗുഹ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ അതിന്റെ രൂപം എങ്ങനെ വെച്ചാല് പുറമെ കയറാൻ നിന്നാല് അകത്ത് കാണില്ല, പക്ഷെ അകത്തുള്ള പുറമെ കാല് കാണും. അപ്പൊ ഈ കാല് മാത്രം കാണില്ല അതുപോലെ. അപ്പോ ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ്, തങ്ങളെ ശത്രുക്കൾ ഇവിടെ വരെ എത്തി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് എന്താ നിരാശ? പേടിയില്ല, നിരാശ. എന്റെ ഹബീബിനെ നമ്മൾ ഇത്ര വലിയ ലക്ഷ്യം വെച്ച് പോകുന്നല്ലേ, ആ ലക്ഷ്യം പൂർത്തിയായിട്ടില്ലല്ലോ എന്നുള്ള നിരാശ. ആ സമയത്താണ് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. നിങ്ങൾ നിരാശപ്പെടണ്ട അബൂബക്കറെ, നിങ്ങൾ